അവിടെ ഒരു ആ പട്ടിയില്ലേ ഇങ്ങനെ മൂന്നും അതന്നെ ചാരിച്ചിട്ട് ആ ഉള്ളി കിടക്കും വൈകുന്നേരം ഒരു 3 ടൈം ഇരിക്കും 3 ടൈം ഇരിക്കും ഞാൻ 3 ടൈം ഇരിക്കും 3 ടൈം എടുക്കും പതുക്കെ ഓരോ സാൻഡ് അടിക്കാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ പ്രകാശേട്ടൻ. ഹായ് ഹലോ. അല്ല എന്നെ എപ്പോഴും വന്ന് പറ്റിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇതേ നമ്മളെ പ്രകാശേട്ടനാണ്. കണ്ട ചിരി കണ്ട ചിരിക്ക് കൊടുക്കണം ഒരു 100 രൂപ. കണ്ട ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? കാണുമ്പോ നമുക്ക് തോന്നും പാവണെന്ന്. കണ്ട നമുക്ക് തോന്നും പാവണെന്ന്. പക്ഷെ പാവല്ല. ഭയങ്കര വാശിയും ഭയങ്കര വികൃതിയും ഭയങ്കര കുസൃതിയും ഒക്കെയാണ്. ഒക്കെ ഉണ്ട്. ഇത് നിക്കണ കണ്ട കണ്ട എന്നെ വന്ന് ഇവിടെ നിന്ന് പറ്റിക്കും. കണ്ട സമ്മതിക്കണ്ടത് പറ്റിക്കും. ഏതെങ്ങാണ്ട് ഒരു ജബ്ബാർക്കാടെ വൈഫാണെന്ന് കെട്ടിയോളാണെന്ന് ഞാൻ. എന്നിട്ട് എന്നോട് എന്നെ പറ്റിച്ചൊരു കഥ കേൾക്കണോ നിങ്ങൾക്ക്? ഒരു ദിവസം വന്നിട്ട് എന്നോട് എല്ലാ ദിവസവും ഇവിടെ വരും കേട്ടോ. ഹായ് അമ്മായി. അപ്പൊ എല്ലാ ദിവസവും ഇവിടെ വരും. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളെ ഒരു ബിരിയാണി മേടിക്കും, പിന്നെ ചിലപ്പോ ചായ കുടിക്കും, ചിലപ്പോ സ്നാക്സ് ഒക്കെ കഴിക്കും കേട്ടാ. ചിരി നോക്കിക്കോട്ടാ. ഞാൻ പറയണേല് വല്ല നോണുണ്ടോ നോക്ക്. എന്നിട്ട് ഉച്ചക്കും വരും ഫുഡ്, വൈകുന്നേരം വരും. നമ്മ എന്താന്ന് വെച്ചാൽ ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കൊടുക്കും. പിന്നെ ഒരു 20 രൂപയും കൊടുക്കും. അതാണ് ആളുടെ ഇവിടുത്തെ പറ്റ്. എന്നിട്ട് ഇവിടെ എനിക്കിത് ഇവിടെ ഇങ്ങനെ അടിച്ചൊക്കെ ഇട്ട് തരും. അപ്പൊ ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞ് ഇനി ഞാൻ ഇങ്ങോട്ട് വരൂല, ഞാൻ ആൻഡമാൻ നിക്കോബാറിക്ക് പോവാണ്, എനിക്ക് മോളോടുള്ള ഭയങ്കര ഇഷ്ടമാണ്, മോളെ കാണാണ്ടിരിക്കാനൊന്നും പറ്റൂല, പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന ഞാൻ പോവാണ്, ഞാൻ ആൻഡമാൻ നിക്കോബാറിക്ക് പോവാണ്, ഹായ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കും ഭയങ്കര വിഷമായിട്ടാ. കാരണം നമ്മ സ്ഥിരം ഷോപ്പിൽ വരുമ്പോ കാണുന്ന ഒരാളല്ല. ഇനി ആൻഡമാൻ നിക്കോബാറിൽ പോയാൽ ഞാൻ കാണൂലല്ലോ. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, ഞാനൊരു 100 രൂപ കൊടുത്ത് കൈ വെച്ചോട്ടാ. അപ്പൊ ഞാൻ വിഷമത്തോടുകൂടി ഞാൻ ഷോപ്പ് അടച്ചൊക്കെ പോയത്. ഇനി പ്രകാശേട്ടനെ കാണാൻ പറ്റൂലല്ലോ, എല്ലാ ദിവസവും നമ്മള് ഷോപ്പിൽ വരുന്ന ഒരാളല്ലേ എന്നൊക്കെ വിചാരിച്ച് പിറ്റേ ദിവസം ഷോപ്പ് ഉറക്കാൻ വന്നപ്പോണ്ടല്ലോ ഇവിടെ ഇരിക്കണു. അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ആൻഡമാൻ നിക്കോബാറിൽ പോയില്ലേ നിങ്ങ? അത് എനിക്ക് പോകാൻ പറ്റില്ല, ടിക്കറ്റ് ശരിയായില്ല. പറ്റിക്കുന്നതാണ് എന്നെ നല്ല അസലാമെണ്ണം പറ്റിക്കും. നല്ലൊരു പാട്ട് പാടിക്കൊടുത്ത നമ്മളെ ഫോളോവർക്ക്, നല്ലൊരു പാട്ട് പാടിക്കൊടുത്ത എന്റെ കൂട്ടുകാരന്മാരും കൂട്ടുകാരികളും. പ്രകാശേട്ടനെ നല്ല ഇഷ്ടമായിട്ടുണ്ടോ? ഒരു പാട്ട് പാടിക്കൊടുത്ത്. ഏത് പാട്ട് വേണമെന്ന് നിങ്ങൾ പറയുന്ന പാട്ട് പാടൂ എന്നാണ് പറയുന്നത്. പാട്ട് പാടാൻ ഇത്രയും ബെസ്റ്റ് നല്ല പാട്ടുകൾ പാടും. മദനപ്പൂ മണമുണ്ട മതിവേറും നിഴിയുള്ള മണവാട്ടി ചമഞ്ഞെങ്കൊ ദിരാവന്നെത്തി മഴവില്ലിന്തൊരുപ്പുള്ള മലർമുല്ല മണമുള്ള നെഞ്ചേറും മണവാട്ടി ഉടുവമ്പത്തി മാരന് 100 കിനാ മുകൾ കൊപ്പ് മാലയൊരുക്കി ഇരിക്കണ പാത്ത് സന്ദേശം തിളങ്ങുന്ന മകര പങ്കിളി തത്ത കൊഞ്ചുണ്ടിടാമൃതത്തെ നിറഞ്ഞിടുന്നേ ചെമ്പകമലരിൽ ഗുണമെഴുമയിലാളെ എമ്പാമായെതിരേൽക്കാൻ ഒരുക്കാമുണ്ടോ ഈണത്തിന്ന ചിതയാൻ മണിപ്പന്ത് മുടങ്ങിടുന്നേൻ ആനന്ദരോടികൾ രസിച്ചിടുന്നേ അടയുന്ന നേരം പുതുക്കപ്പെടേ പെരുമാറി നിലങ്ങുമ്പേ കടും നിറച്ചവണ് കാടും കടുത്താകെ നിറയ്ക്കുമുന്നേ കെട്ടി മണിത്തടി കടുപ്പത്തടി കാതിൽ ഇഴകുന്ന ഇളക്കത്തടി കുട്ടി കടകമിട്ട് കാലിൽ പാദസരം അണിയപ്പെട്ട് കുട്ടിക്ക് ഇറങ്ങുന്ന ചക്കപ്പുമല വടിച്ചന്നിനച്ചുള്ള മുണ്ടപ്പുമാല അല്ലാടെ പറിച്ചപ്പ 100 മുഹമ്മദ് സല്ലല്ല ഇലാ ഇല്ലല്ല വസാമൽക്കും തല്ലല്ല അല്ലാടെ അമ്പലത്തിലത്തെ പാട്ടിക്കോ എല്ലാ മതക്കാരെയും സന്തോഷിപ്പിക്കും. പൊന്നിച്ച് പ്രകാശേട്ടൻ പാടണ്ട, ഇനി നിർത്തൂലട്ടാ. ഇനി പ്രകാശേട്ടന്റെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിരിക്കണ കണ്ട എന്നെ ഇതുപോലെ പറ്റിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഇദ്ദേഹം മാത്രം കാണിക്കും. കണ്ട ചിരിച്ച് കാര്യം നടത്തും. വേണ്ട പ്രകാശേട്ടനും ഞാനും കൂടെ ടൂർ പോകാൻ പോണല്ലേ? പ്രകാശേട്ടൻ എവിടെക്കാണ് പോകേണ്ട സ്ഥലം? ബോംബെ, കൊച്ചി ടു മദ്രാസ്.
ബോംബെ കൊച്ചി ടു മദ്രാസ്. മദ്രാസ്. ആ എന്നിട്ട് അവിടൊക്കെ കറങ്ങി പിടിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കൂടെ പോരണം. അത്രേ ഉള്ളൂ ലൈഫ് ജീവിതം. നമ്മൾ ഒരേ ഹസ്ബൻഡ് നമ്മള് അവിടെ ഒന്ന് താമസിച്ചിട്ട് പോരാ. അതന്നെ അടിച്ചു എല്ലാ സ്ഥലം കണ്ട് അപ്പൊ തന്നെ വന്നു താമസിച്ചാല് കാശ് നമ്മൾ കയ്യിൽ പോകും. കാശുണ്ടാവില്ല. താമസിച്ച കാര്യം കാശ് പോകും. സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ട് അപ്പൊ തന്നെ കിട്ടാൻ വേണ്ടി. അതെ ഈ പ്രകാശേട്ടൻ എന്തെന്നറിയോ, ഇവിടെ ഈ കൊടുങ്ങല്ലൂര് മുതൽ ഇവിടെ വരെയുള്ള എല്ലാ കടകളുടെ ഫ്രണ്ടും അടിച്ചു വൃത്തിയാക്കും. ഇവിടെ അടിച്ചു വൃത്തിയാക്കുമ്പോ മാത്രം എനിക്ക് എക്സ്ട്രാ പണി തരും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ അടിച്ചില്ലേ, ഇവിടുന്ന് നമ്മ ഇങ്ങോട്ട് തിരിയുമ്പോ ഇവിടുത്തെ വേസ്റ്റ് എടുത്തിട്ട് അപ്പുറത്തെ മതിലിന്റെ അവിടെ ഇടും. അപ്പുറത്ത് ഒരു കുറിയുടെ സ്ഥലമാണ് അപ്പുറത്ത്. അവരെ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇടും. ചിലപ്പോ ഞാൻ കാണൂല. രാവിലെ വരുമ്പോ ആ ചേച്ചിമാര് നിസറി ഇവിടെ നിങ്ങളെ വേസ്റ്റ് ഒക്കെ എടുത്ത് ഞങ്ങളെ ഗ്രൗണ്ടിൽ കിട്ടുമെന്ന് ചോദിക്കും. ഇതൊക്കെ കഷിക്കറിയാം, എന്നാലും എന്നെ ഇങ്ങനെ പറ്റിക്കും. അല്ല ചിരി കണ്ടാ മതി, നമ്മളെല്ലാ വിഷമങ്ങളും മാറി. ഇങ്ങനെ ചിരിക്കാൻ പറ്റണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലേ? അതെന്നാ പിന്നെ പറയാനില്ല. ഏറ്റവും പഞ്ഞെന്തുണ്ടെന്ന് പ്രകാശേട്ടൻ ഭക്ഷണം കഴിക്കണ കാണാനാണ് അല്ലെ? പ്രകാശേട്ടൻ ഭക്ഷണം കഴിക്കണ കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടാ. അതായത് ഒരു പഴംപൊരി പ്രകാശേട്ടൻ തിന്നെ കാണിച്ചു തരാം. അതായത് ഞാൻ വെറുതെ വയറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രകാശേട്ടനെ കൂടി ഞാൻ എന്തെങ്കിലും കഴിപ്പിക്കുക. എന്തിനാണെന്നറിയോ? അത് കണ്ടു നിന്ന് ആസ്വദിക്കാം. കാരണം നല്ല രസമാണ് കാണാനായിട്ട്. പ്രകാശേട്ട പഴംപൊരി കാണിച്ചു കൊടുത്തവർക്ക് നോക്കിയോട്ടാ. പ്രകാശേട്ടൻ തിന്നണം നോക്കിക്കോട്ടാ. ആസ്വദിച്ചില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല കേട്ടാ. വേണ്ട വേണ്ട ഇത്രേ നല്ലൊരു അല്ലെ നിഷ്കളങ്കമായ മുഖം. പ്രകാശേട്ടൻ എന്നെ ചിരി വരുന്നു. ഓ മിസ്റ്റർ പ്രകാശ, ഞാൻ അങ്ങനെ വിളിക്കാട്ടാ. ഓ മിസ്റ്റർ പ്രകാശ. എന്നിട്ട് എന്നറിയ ഇത്രേ അടുപ്പുള്ള ഞാനല്ലേ എന്നെ എവിടെങ്കിലും വെച്ച് കണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ വണ്ടി നിർത്തും. പ്രകാശേട്ടാ പീക്കൂന്ന് വിളിക്കണല്ലേ, പ്രകാശേട്ടാന്ന് വിളിക്കൂട്ടാ. അപ്പൊ നമ്മളെ നോക്കിട്ട് വയ്ക്കും മോളേതാണെന്ന് വയ്ക്കും. നമ്മളപ്പ പരിചയം ഉണ്ടാവില്ല, അറിയാം. വെറുതെ പറ്റിക്കുന്നതാണ് അല്ല പ്രകാശേട്ടാ? വേണ്ട വെറുതെ പറ്റിക്കുന്നതാ. ഇതാണ് ഞങ്ങളുടെ പ്രകാശേട്ടൻ. എന്റെ മിക്ക വീഡിയോസിലൊക്കെ ഉണ്ടാവാറുണ്ട് ആള് അല്ലേ? പാവൊന്നല്ല. നമ്മളെ ഇന്നലെ എന്റെ ഇവിടെ നിന്ന് നല്ലോണം വഴക്ക് പറയുന്നൊക്കെ ഞാൻ കേട്ടുപോയി. ഞാൻ ബിരിയാണി കൊടുത്തതില് എല്ലായിരുന്നു പീസായിരുന്നില്ല, എല്ലായിരുന്നു ഇനി എനിക്ക് ജബ്ബാർക്കാട് കെട്ടിയോളുടെ ബിരിയാണി ഒന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞ എന്നെ റോട്ടിൽ നിന്ന് കുറേ വഴക്കൊക്കെ പറഞ്ഞു പോയി. എന്നിട്ട് ഇന്ന് നേരത്തെ വന്ന് ഞാൻ വരുന്നേ മുമ്പ് നമ്മളെ കടയിലെ സ്റ്റാഫിന്റെ ഞാൻ ചോദിച്ചിന്ന് വന്നില്ല, ആള് വന്ന് ബിരിയാണിയൊക്കെ മേടിച്ച് കൊണ്ടുപോയി എന്നറിഞ്ഞു. നമ്മളെ ഇത്രയും പറ്റിക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവൂല. എന്നിട്ട് കണ്ട ചിരിക്കണോക്കെ കണ്ട, അതാണ് പ്രകാശേട്ടൻ. പാവണ്ട അല്ലേ? ഇനിയിപ്പോ എന്താണ് വേണ്ടത്? ഇനിയിപ്പോ എന്തൊട്ടാണ്? 20 രൂപ വേണം. 20 രൂപ വേണം. വേണ്ട ഇനിയിപ്പോ എന്തൊട്ടാണ്? 20 രൂപ എന്തെങ്കിലും ഫുഡും കഴിച്ചാൽ മതി എനിക്ക്. അപ്പൊ ഞാൻ പ്രകാശേട്ടനോട് പറയും, പ്രകാശേട്ടാ ഈ റോഡ് സൈഡിലൊന്നും കിടക്കണ്ട, അവിടെയൊക്കെ റോഡ് സൈഡിലൊക്കെ കിടക്കണ്ട, കടയുടെ ഫ്രണ്ടിലൊന്നും കിടക്കണ്ട, പട്ടികളൊക്കെ ഉള്ളല്ലേ എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ കുറെ അമ്മമാരും അച്ഛന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കി തരാം. പ്രകാശേട്ടൻ അവിടെ നിന്നോ, അവിടെ താമസിച്ചോ, പ്രകാശേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കും, ഇടയ്ക്ക് ഞാനും വരാന്നൊക്കെ പറയും. അപ്പൊ പറയണ എനിക്ക് ഇതേപോലെ നടക്കാൻ പറ്റൂല. അങ്ങനെ ഇപ്പൊ എന്നെ അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് നിങ്ങൾ സുഖിക്കേണ്ടത്, എനിക്ക് ഇതേപോലെ നടക്കണം. അപ്പൊ ഇങ്ങനെ പറയണവരോട് നമ്മ എന്ത് പറയാനാണ്? വേണ്ട ചിരിക്കു നോക്കിയെന്നു കേട്ട് എന്ത് പോയാലാ കൊറേ ടൂറോവല്ലേ പറഞ്ഞത്. നമുക്ക് അവിടെ പോയാലോ താമസിക്കുന്ന കുറെ അച്ഛന്മാരും അമ്മമാരൊക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്നാക്കി. ഞാലിക്കോടല്ലേ കടുക്ക ചൂട്ടിലുണ്ട്, ദയുണ്ട്, നമുക്ക് അവിടെ പോവാം.
ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നാണ്. അതെ, ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഊര് ചുറ്റി നടന്ന് ആ സുഖം പിടിച്ചേ ഒരു രക്ഷയില്ല. ആ രസം പിടിച്ച് കശിയവരോടൊന്നും ഒതുങ്ങി നിൽക്കൂല. എന്നിട്ട് ആ ചിരിച്ച് നമ്മളോട് കാര്യം നടത്തിയെടുക്കും. മനസ്സിലായ? പാവം ട്ടാ, പാവൊക്കെയാണ്. പക്ഷെ ഇടക്ക് നല്ല വാശിയും കുറുമ്പോണ്. നമ്മൾ ശരിക്കും അങ്ങോട്ട് പറ്റിക്കും. ആദ്യത്തെ പെണ്ണോ? ഏത് പെണ്ണു? നമ്മുടെ നൈതക്കുട്ടി അല്ല, ഇവിടെ ഞാൻ എനിക്ക് ബിരിയാണി അല്ലേ കാത്ത്. ആ പെണ്ണ് പോയി അങ്ങോട്ട് പോയി, അതിന്റെ വീട്ടിൽ പോയി. ഞാൻ അപ്പൊ മോളെത്തിക്കുള്ളൂ. ഇക്ക വരും. അതാ ഞാൻ ചോദിച്ചത്. കണ്ട കെയറിങ് കണ്ട, ഒറ്റക്കുള്ളോ കണ്ട, പാവോണ് സ്നേഹമാണ് കണ്ട. നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളുണ്ടല്ലോ. മോളെ വെച്ചിക്കണം തമാശ എന്നോട് ഒരാളൊന്നെ പള്ളിയിട്ട അടിക്കണ്ണേ ജബാർക്ക വെച്ചിക്കണം. പൊന്ന് ജബ്ബാർക്ക് ഗൾഫിലല്ല, ജബ്ബാർക്കല്ല എന്റെ കെട്ടിയോൻ. ഇവിടെ വരുന്നായ വൈകുന്നേരം വരുന്നില്ല, അതാണ് എന്റെ കെട്ടിയോൻ, എന്റെ ഇക്കതാണ്. ജബ്ബാർക്കല്ല. ഞാൻ പ്രകാശ് ഏട്ടനോട് എന്തോരം പറഞ്ഞു, ജബ്ബാർക്ക് എന്റെ ആരും അല്ലേ ജബ്ബാർക്കാന്ന് പറയുന്ന ആളെ എന്നോട് പടിയാണ് ഒരിക്കലും ജബാർക്ക് ഇവിടെ ഇവിടുത്തെ ഇത്തര കെട്ടിയാണ് ജബാർക്ക് ഗൾഫിലെന്ന് എന്നോട് പറഞ്ഞത്. അതാണ് പറയാൻ ചോദിച്ചത്. ജബ്ബാർക്കാണാവോ ഒരു രക്ഷയില്ല. ഏതോ ജബ്ബാർക്കാടെ കെട്ടിയോളാണ്. എന്റെ കെട്ടിയോനെ അറിഞ്ഞാലോ ഓടിച്ചിട്ട് തല്ലും. ഗൾഫിലാണെങ്കിൽ പോയി ഗൾഫിലെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു. ഇനിയിപ്പോ എന്താണ് ഫുഡ് വേണോ? അപ്പൊ പിന്നെ വീണ്ടും കാണും വരെ ബൈ.